I know Tarun, പല ഏരിയാസിലും യുവർ കാസ്റ്റിംഗ് ഹാസ് ബീൻ ബ്രില്യൻറ്റ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയാണ് ഒരു ഓർഡർ ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ദാറ്റ് ഓർഡർ ദാറ്റ് യു ഫോളോ? നമ്മൾ ഒരു ഫിലിം മേക്കിങ്ങിൽ സ്റ്റോറി ടെല്ലിങ്ങിനോടൊപ്പം തന്നെ പണിയെടുക്കേണ്ട ഒരു ഏരിയയാണ് കാസ്റ്റിംഗ്. ഞാൻ അത്രയേറെ എൻ്റെ 3 സിനിമകൾ, ഈ 3 സിനിമകളിലും കാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ അത്രയേറെ എഫേർട്ട് എടുക്കാറുണ്ട്. പുതിയ ഫേസ് തുടരുവിലും ഒരുപാട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് പുതിയ മുഖങ്ങളുണ്ട്. സംസാരിക്കപ്പെടും. ലാലേട്ടനും ശോഭന മാമിനും ഒപ്പം തന്നെ സംസാരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അഭിനയിക്കുന്ന നടന്മാരുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ലാലേട്ടനും ശോഭന മാമിനും ചുറ്റും നിൽക്കുന്ന ആളുകളെയൊക്കെ ഫ്രഷ് ആക്കുക എന്നാണ് ചെയ്തത്. നമ്മൾ ഇതുവരെയും കാണാത്ത ആളുകൾ, ഇതുവരെയും കാണാത്ത കെമിസ്ട്രി. ഇപ്പം ഞാൻ രാജേണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. രാജേണ്ണനും ലാലേട്ടനും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് ഓൾമോസ്റ്റ് 12-15 വർഷങ്ങളായി. പക്ഷേ രാജചേട്ടൻ കൂടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും പഴയ മണിയമ്പിള്ള രാജചേട്ടൻ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു കെമിസ്ട്രി അവിടെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സൗദി വെള്ളക്കട കേസിൽ പോവുകയാണെങ്കിൽ ഞാൻ ആ ഉമ്മേനെ കാസ്റ്റ് ചെയ്തു. ഒരുപാട് ആളെ തപ്പി ലാസ്റ്റ് ഒരു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ നിന്നാണ് നിൽക്കുന്നത് അവരഭിനയിക്കുക. അതായത് ഞാനിങ്ങനെ ആദ്യം അഭിനയിക്കാൻ വിളിച്ച ഒരു ലേഡി മരണപ്പെട്ടു പോയി. നെക്സ്റ്റ് ഓപ്ഷൻ ആരാന്നറിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കേരളം മൊത്തം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ. നാടക കലാകാരന്മാരെ നോക്കുന്നുണ്ട്, നാടക സുഹൃത്തുക്കൾ വഴി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസിൽ ഒരമ്മൂമ്മ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത്. അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അപ്പം തന്നെ മെസ്സേജ് എടുത്ത് ആരാ? എൻ്റെ അമ്മൂമ്മയാണ്. ഒരു അഭിനയിക്കുമോ? അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ കൂടെയുള്ള ഡയറക്ഷൻ ടീമിനോട് പറഞ്ഞത് ഇതൊന്ന് തട്ടോക്കെ ഇട്ടൊന്ന് കാണിച്ചേ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ തൃപ്പൂണിത്തുറയുള്ള ഒരു കോവിലത്തുള്ളൊരു ദേവി വർമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അവരെ പോയി കാണുമ്പോൾ ഒരു രീതിയിലും ഒരു സിനിമാ സെറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നുമില്ലാന്ന് അഭിനയിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഫിസിക്കലി ഭയങ്കര വീക്കായിട്ടൊരു ലേഡി. മറ്റേ വെരിക്കോസ് ഇയർ ബാലൻസിങ് പ്രശ്നമുണ്ട്. അപ്പം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം ഇയർ ബാലൻസ് തെറ്റും, വെർട്ടിഗോ. അത് നിലത്ത് ആള് ബോധം കെട്ട് വീഴും. പിന്നെ സ്കിൻ അലർജീസ് ഉണ്ട്. വേറെ മേക്കപ്പ്, പിന്നെ പോളിസ്റ്ററിൻ്റെ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എന്താ പറയുക, മാർക്കറ്റ് അങ്ങനത്തെ സ്മെല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഒമിറ്റ് വരും. അങ്ങനെ അപ്പോൾ നമ്മൾ ആക്ഷൻ എന്ന് ഉറക്കെ വിളിച്ചാൽ ചിലപ്പം ബോധം കെട്ട് വീഴുന്ന സിറ്റുവേഷനിലുള്ള ഒരു ലേഡി. അപ്പം പക്ഷേ എന്താ പറയുക, ഒരു ഇറാനിയൻ സ്ത്രീനെ കാണുന്ന പോലത്തെ ഒരു ഫേസുള്ള, എനിക്ക് ഭയങ്കര ഗ്ലോബൽ വ്യൂ കിട്ടിയ ആ ഉമ്മയുടെ ഫേസിൽ. അപ്പം ഞാനിങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ കുറേ ദിവസങ്ങൾ പോയി സംസാരിച്ചു, എന്താണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ്. അപ്പം ഞാനപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു. 84 വയസ്സുണ്ട് ഞാൻ അമ്മേനെ അപ്രോച്ച് ചെയ്യുമ്പോൾ. അമ്മ ഒന്ന് ആ സ്ക്രിപ്റ്റ് ഫുള്ള് ഇരുന്ന് വായിച്ചു. അതിലൊരു മാർക്കറ്റ് സീനുണ്ട്. ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് രണ്ടുപേരും മീൻ വിൽക്കുന്ന 2 ആളുകൾ കോടതിയിൽ. അപ്പം മീൻ മാർക്കറ്റിൽ നിന്ന് കണ്ടപ്പോഴേ പുള്ളിക്കാരത്തേക്ക് അപ്പം അങ്ങനത്തെ സ്മെല്ലുകളൊന്നും പറ്റാത്തൊരു ലേഡിയാണ്. അപ്പം അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാൻ പറഞ്ഞാൽ അവരോട് സംസാരിച്ച്. അപ്പം എനിക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ആ ലേഡി. അപ്പം ആദ്യം ഒരു സമയത്ത് ഉർവശി മാമിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ യൂസ് ചെയ്താലോ എന്ന് ഉർവശി മാമിനെ ആലോചിച്ചു, ജലജ മാമിനെ ആലോചിച്ചു. കുറച്ച് ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ്. പക്ഷേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയാലേ ആ സിനിമ നിലനിൽക്കുള്ളൂ എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാസ്റ്റിംഗ് ഞാൻ ഭയങ്കര ഹരത്തിൽ ചെയ്യുന്ന ഫിലിം മേക്കിംഗ്, റൈറ്റിംഗ് ഒക്കെ പോലെ തന്നെ കാസ്റ്റിംഗ് എന്ന് പറയുന്നതിനെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എന്താ പറയുക, ഒരു സിനിമയെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഏറ്റവും ബാക്കിലൊക്കെ നിന്ന് പെർഫോം ചെയ്യുന്ന ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ കോവിഡ് സമയത്ത് ഒരു കള എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. കളയിൽ ഇപ്പം ചേച്ചിയോടത് ശ്രദ്ധിച്ച് കാണില്ല, അതിൻ്റെ അത് ഏതോ ഒരു സീനിൽ ഒരു പ്രായമുള്ള ഒരാളിരുന്ന് ഇങ്ങനെ വാറ്റുണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓൺ സ്പോട്ടിൽ അതാരാന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, അതാരാണെന്ന് ചോദിക്കുന്നു. അയാളെ ഫേസ് പോലും ആ സിനിമയിൽ കണ്ടിട്ടില്ല. പക്ഷേ അയാൾക്ക് പല്ലില്ല. അതായിരുന്നു എന്നെ സ്ട്രൈക്ക്. അയാൾക്ക് പല്ലില്ല. അയാൾ ഭയങ്കര മോണ കൊണ്ട് ചിരിക്കുന്നതിനൊക്കെ ഭയങ്കര നിഷ്കളങ്കത ഉണ്ടായിരുന്നു. അങ്ങനെ അയാളെ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് പോകുമ്പോൾ സജീദ് പട്ടാളം എന്ന് പറയുന്ന ഫോട്ടോ വെച്ചുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. അയാളാണ് ബോസ് തങ്കപ്പൻ എന്ന് പറയുന്ന സൗദി വെള്ളക്കേലത്ത് ബ്രോക്കർ വേഷം ചെയ്തിരിക്കുന്നത്. അയാളുടെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും അയാളെ തേർഡ് ഒരു ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടർ ചെല്ലുന്നു, അയാളെ വിളിച്ചുകൊണ്ട് വരുന്നു, അയാളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പം ജാവയിൽ ഞാൻ താമസിക്കുന്ന പ്രൊഡക്ഷൻ ഫ്ലാറ്റിൻ്റെ താഴെ മിറ്റടിച്ചുകൊണ്ടിരുന്ന ചേച്ചിനെ ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്.
എഴുതി വെച്ചിരിക്കുന്ന രൂപവുമായിട്ട് സിമിലർ ആണെങ്കിൽ ഏറ്റവും ക്രൗഡി എന്നാണെങ്കിൽ ഞാൻ കാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബിനു പപ്പുവാണ്. പുള്ളി ആള് എൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പം ഞാൻ എടുക്കുന്ന ഓരോ ഇതുപോലത്തെ ഭ്രാന്തുകളും മാനേജ് ചെയ്യേണ്ടി വരുന്നത് ബിനുച്ചേണ്. അപ്പം നീ എവിടെ നിന്നാടാ ഇവരൊക്കെ പിടിച്ചോണ്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, അപ്പം കാരണം ഇവർക്ക് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കണം, ഇവരെ ഓൺ ടൈമിൽ കൊണ്ടുവരണം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എൻജോയ്, കാരണം അറ്റ് ദ എൻഡ് റിസൾട്ട് കാണുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവും അല്ലേ, നമ്മൾ ചെയ്ത് പിടിച്ചേട്ടാ.